ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. നമുക്കൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകിയെടുക്കണം. ഈ ഒരു സൈസിൽ കിട്ടാം. ഇനി നമുക്ക് 4 കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം. നമ്മൾ പുഴുങ്ങിയെടുത്ത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഒരു ഉള്ളിയും ഇഞ്ചിയും പിന്നെ കരിവേപ്പിൻ്റെ ഇല കുനുകുനാരിഞ്ഞതും നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ വെജിറ്റബിൾസും ബീഫ് ചിക്കിയതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചതും റസ്ക് പൊടിയും ആണ് ആവശ്യമായത്. ഇനി നമുക്ക് നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ആ സാധനം എടുത്തിട്ട് മസാല എടുത്തിട്ട് ഊറ്റി ഒരു ഷേപ്പാക്കി മുട്ടയിലേക്ക് ഇട്ട് കൊടുത്ത് റസ്ക് പൊടിയേക്കും കൂടി ഇട്ട് കൊടുത്ത് റസ്ക് പൊടി നമ്മുടെ കട്ട്ലേറ്റിൻ്റെ എല്ലാ ഭാഗത്തേക്കും പിടിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചെടുക്കാം. എല്ലാതും ഇതുപോലെ ആക്കിയെടുത്തേക്കാം. ഞാൻ എല്ലാതും ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ കട്ട്ലേറ്റ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മറിച്ചിട്ടും തിരിച്ചിട്ടും ഒക്കെ ഫ്രൈ ചെയ്യണം. ഇത് റസ്ക് പൊടി ആയതുകൊണ്ട് വേഗം കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ഇത് കുറച്ചൊക്കെ ബ്രൗൺ കളറായി വരുമ്പോഴാണ് നമുക്കിത് കോരിയെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് റെഡി. നമ്മുടെ കട്ട്ലേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല രസത്തിൽ ഇതാവി പോകും. നല്ല ടേസ്റ്റുള്ള, പക്ഷെ നല്ല ചൂടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.